അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദ് പറഞ്ഞതായ ഒരു മുസൽമാനെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇസ്ലാം കാര്യങ്ങൾ മാത്രമല്ല അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചത്, ഈമാൻ കാര്യങ്ങൾ മാത്രമല്ല ഹബീബായ പ്രവാചകൻ പഠിപ്പിച്ചത്, ഇഹ്സാനിന്റെ കാര്യങ്ങൾ മാത്രമല്ല ഹബീബായ പ്രവാചകൻ പഠിപ്പിച്ചത്, മരണവും ആഖിറവും ഒക്കെ മാത്രമല്ല അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചത്. ഈ ദുനിയാവിൽ ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ നീ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഒരു മനുഷ്യന്റെ ജീവിതം എങ്ങനെയായിരിക്കണം എന്നിവേണ്ട എല്ലാ മേഖലകളും തച്ചു വാർത്തുകൊണ്ടാണ് ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യനെ ഉത്ബോധിപ്പിക്കുന്നത്, മനുഷ്യനെ പഠിപ്പിക്കുന്നത്. അത്തരത്തിൽ സഹോദരങ്ങളെ, ഐക്യം, മമത, സ്നേഹം ഇതൊക്കെ ഒരു മനുഷ്യന് ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണെന്ന് പഠിപ്പിച്ച ഒരു നേതാവിന്റെ പേരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ഒരു വിറകു ചുമട്ടുകാരിയായ പെണ്ണിന്റെ കഥ നമ്മളൊന്ന് പറഞ്ഞിരുന്നു. അതുപോലെ എത്രയോ സഹോദരങ്ങൾ തന്റെ വീട്ടിൽ അതിഥിയായി കടന്നു വന്ന ഒരു യഹൂദിയായ മനുഷ്യനെ തന്റെ പരിശുദ്ധമായ വീടാകെ വൃത്തിഹീനമാക്കുകയും കാഷ്ടങ്ങൾ കൊണ്ട് നിറയ്ക്കുകയും ചെയ്തതിനു ശേഷം രാവിലെ പ്രവാചകൻ ഉറക്കമെണീക്കുന്നതിന് മുന്നേ ആ യഹൂദി വീട് വിടുകയും തിരിച്ചെന്തോ വാളെടുക്കാൻ മറന്നുപോയ യഹൂദി തിരിച്ചു വന്ന് നോക്കുമ്പോ ലോകത്തിന്റെ അനുഗ്രഹം താൻ വൃത്തിഹീനമാക്കിയതായ സ്ഥലം അതിനെ പരിശുദ്ധമാക്കുന്നതായ ഒരു കാഴ്ച കണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ചരിത്രങ്ങളും അത് ഇസ്ലാമിലാണ്. അതെല്ലാം നമുക്ക് സ്വന്തമാണ്, അതൊക്കെ നമ്മുടെ അഭിമാനമാണ്. സഹോദരങ്ങളെ, ഐക്യങ്ങളും മമതകളും നമ്മൾ വിളിച്ചോതുമ്പോ, അതൊക്കെ നമ്മൾ കാതുകൊണ്ട് കേൾക്കുമ്പോ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് പറ്റുന്ന എല്ലാ മേഖലകളും പ്രവാചകന്റെ വാക്കുകളെ എന്താണ് അർത്ഥവത്താക്കുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കേണ്ട അത്യാവശ്യമാണ്. നമുക്കറിയാം, 9 ദിവസങ്ങൾ കഴിഞ്ഞു, 10 ദിവസങ്ങൾ കഴിഞ്ഞു അർജുൻ എന്ന സഹോദരന് വേണ്ടി ഇന്ന് ലോകം കണ്ടോർക്കുന്നതായ, ഇന്ന് ലോകം കാതോർക്കുന്നതായ ആ മണ്ണിടിയിലാകട്ടെ വെള്ളത്തിനടിയിലാകട്ടെ ആ അർജുൻ എന്ന് പറയുന്നതായ സഹോദരന് വേണ്ടി തിരച്ചിൽ നടത്തുമ്പോ അവിടെ മുസൽമാനാണോ വലുത്, അവിടെ ഹൈന്ദവ സഹോദരനാണോ വലുത്, അവിടെ ക്രൈസ്തവീയനായ സഹോദരനാണോ വലുത്? അല്ല, അവിടെ മനുഷ്യനാണോ വലുത്? അവിടെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞതായ ഒരു മനുഷ്യനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അവിടെ സഹായിക്കണമെന്നാണ്. ഒരു മനുഷ്യൻ ഒരു ജീവന് വേണ്ടി അപേക്ഷിക്കുന്നതായ ഒരു കാലയളവിൽ നീ പോയി നമസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ ഇരിക്കണമെന്നല്ല അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചത്. അതേ സഹോദരങ്ങളെ, നമുക്കതിനു വേണ്ടി പരിശ്രമിക്കാൻ കഴിയുന്നില്ല. അർജുൻ എന്ന് പറയുന്നതായ സഹോദരനെ പോലെ എത്രയോ സഹോദരങ്ങൾ, എത്രയോ ഉമ്മമാർ, വാപ്പമാർ മഴവെള്ളത്തിലും അതുപോലെ തന്നെ മണ്ണിടിച്ചിലൊക്കെ ഒലിച്ചു പോകുകയാണ്, അവരുടെ ജീവൻ അപകടത്തിലാകുകയാണ്. ഈ അവസരത്തിൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുമെങ്കിൽ പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ അല്ലാഹുവിന്റെ ദർബാർ നമുക്ക് തുറക്കാൻ സാധിക്കും. ആര് തുറന്നില്ല എങ്കിൽ പള്ളിയുടെ മെഹ്റാബുകളിൽ, അതേ പള്ളിയുടെ മെഹ്റാബയാണ് ഏറ്റവും വലുത്. സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, പള്ളിയുടെ മെഹ്റാബുകളും പള്ളിയിലെ ഖതീബുമാരും ഉസ്താദുമാരുമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിളക്കുകളെന്ന് ഏറ്റവും വലിയ അധ്യായനം പഠിപ്പിച്ച പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളി മെഹ്റാബുകളിലെ ഖതീബുമാർ പറ്റും വെറും വാക്കുകളില്ല പറയുന്നത്. അവർ പറയുന്ന വാക്കുകൾക്ക് അർത്ഥമുണ്ടോ? അവർ പറയുന്നതായ വാക്കുകൾ സത്യമാണ്, അസത്യമായ വാക്കുകൾ ഇവിടെ ഉച്ചരിക്കുന്നില്ല. എന്നും പള്ളി മെഹ്റാബുകളുടെ നേതാവാരാണ്, ഈ മെഹ്റാബുകൾ കൈകാര്യം ചെയ്യുന്ന നേതാവാരാണ്? അത് എന്റെ നേതാവ്, നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്, ഹബീബായ പ്രവാചകനാണ്. ആ പ്രവാചകനോടുള്ളതായ ഇഷ്ടം, ആ പ്രവാചകനോടുള്ളതായ സ്നേഹം, സഹോദരങ്ങളെ, ഇന്ന് അർജുനനെ തേടുമ്പോ നാളെ ആർക്ക് എന്ത് അവസ്ഥയാണ് നമുക്കറിയില്ല. പക്ഷേ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുകയും നമ്മളെപ്പോഴും കരുതലോട് ജീവിക്കുകയും ചെയ്യുമ്പോ എന്റെ ജീവൻ രക്ഷിക്കണം മാത്രമല്ല, എന്റെ സഹോദരൻ, എന്റെ മക്കൾ, എന്റെ അയൽവാസി, എന്റെ നാട്ടുകാർ, എന്റെ രാജ്യം, ഇതെല്ലാം ഈമാനിന്റെ ഭാഗമാണ്. ഈമാൻ, അതിന്റെ ഈമാനിന്റെ ഭാഗമാണ് ഈ രാജ്യസ്നേഹം എന്നുള്ളത് പഠിപ്പിച്ചത് എന്റെ നേതാവാണ്, നമ്മുടെ നേതാവാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരൻ